കഴിഞ്ഞ 10 വർഷത്തിനകം കേരളത്തിലുണ്ടായത് അതിശയിപ്പിക്കുന്ന മാറ്റവും വികസനവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സർവത്ര പുരോഗതിയും നേട്ടവും കൈവരിക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലയാട് അബു ചാത്തുക്കുട്ടി സ്മാരക പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ധർമ്മടം നോർത്ത് ലോക്കൽ വികസന സംവാദ സംഗമവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 64,006 പേരെയാണ് ഈ സർക്കാർ അതിദാരിദ്ര്യമുക്തരാക്കിയത്. ഓരോ കുടുംബാംഗങ്ങളെയും കണ്ട് പ്രയാസങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാണ് സഹായം എത്തിച്ചത്. ഹരിതകർമ്മസേനയുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും മറ്റും ശക്തമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ മാതൃകാപരമായ രീതിയിൽ കേരളം ഉയർത്തെഴുന്നേറ്റു. കൊച്ചിയിൽ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ സംഗമം വലിയ പ്രതീക്ഷയാണ് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇറാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പൈപ്പ് ലൈൻ പ്രകൃതിവാതകം അവിടെ ഇഷ്ടം പോലെയാണ്, ഗ്യാസ് കൊണ്ടുവരാൻ പറ്റും. അത് വേണ്ടെന്ന് വെച്ചത് അമേരിക്കയുടെ ഇടപെടലുകൊണ്ടാണ്. അങ്ങനെ തീരുമാനിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു. പാകിസ്ഥാനിലൂടെ പൈപ്പ് ലൈൻ വരാൻ കണക്കാക്കിയതാണ്. ആ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിന് ഒരു ഇന്ധന പ്രശ്നം ഉണ്ടാവില്ല, വാതക പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതിനിടയാക്കിയത് കോൺഗ്രസ്സാണ്. എം സജീവൻ അധ്യക്ഷനായി. CPM നേതാക്കളായ കെ രാഗേഷ്, പി ശശി, CN ചന്ദ്രൻ, കെ ശശിധരൻ, ടി അനിൽ, കല്യാട്ടു പ്രേമൻ, വരച്ചൽ സന്തോഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.